തമിഴ് സിനിമയെ സംബന്ധിച്ച് 200 കോടി ക്ലബ്ബ് അത്ര അസാധാരണമല്ല. തമിഴ് സിനിമയിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരങ്ങളിൽ ഒരാളാണ് അജിത് കുമാർ. സ്വന്തം സിനിമകളുടെ പ്രൊമോഷന് പങ്കെടുക്കാത്ത ആൾ. എന്തിന് സ്വന്തമായി സോഷ്യൽ മീഡിയ പേജ് പോലും ഇല്ലാത്തയാൾ. എന്നാൽ ആരാധകർക്ക് അദ്ദേഹത്തോടുള്ള ആവേശം ഇതൊന്നും ഒട്ടും കുറച്ചിട്ടില്ല. വലിയ ഫാൻ ഫോളോവിംഗ് ഉണ്ടെങ്കിലും സമീപകാലത്ത് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് പ്രകടനം പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നതുമില്ല. എന്നാൽ ഏറ്റവും പുതിയ റിലീസായ ഗുഡ് ബാഡ് അഗ്ലി അജിത് കുമാറിന്റെ കരിയറിലെ ഏറ്റവും വലിയ കളക്ഷന് അർഹനായിട്ടിരിക്കുകയാണ്. അജിത്തിന്റെ ആദ്യ 200 കോടി ക്ലബ്ബും ചിത്രവും ഇതുതന്നെ. തമിഴ് സിനിമയെ സംബന്ധിച്ച് 200 കോടി ക്ലബ്ബ് അത്ര സാധാരണമല്ല. ഈ എലൈറ്റ് ഗ്രൂപ്പിൽ ഇടം പിടിക്കുന്ന 29ാമത്തെ ചിത്രമാണ് ഗുഡ് ബാഡ് അഗ്ലി. അജിത് കുമാർ ആദ്യമായിട്ടാണ് 200 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചതെങ്കിലും പലവട്ടം ആ ക്ലബ്ബിൽ ഇടം പിടിച്ചിട്ടുള്ള താരങ്ങളുണ്ട്. അതിൽ മുൻപന്തിയിൽ വിജയും രജനീകാന്തും തന്നെ. പ്രമുഖ ട്രാക്കർമാരായ സിനി ട്രാക്കിന്റെ കണക്ക് പ്രകാരം രജനീകാന്ത് നായകനായ 7 ചിത്രങ്ങൾ ഇതിനകം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 200 കോടിയിലധികം നേടിയിട്ടുണ്ട്. എന്നാൽ വിജയുടെ ആവട്ടെ 8 ചിത്രങ്ങളും. രജനീകാന്തിന്റെ എന്തിരൻ, കബാലി, 2.0, പേട്ട, ദർബാർ, ജയിലർ, വേട്ടയാൻ എന്നീ ചിത്രങ്ങൾ ഇതിനോടകം 200 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചിട്ടുണ്ട്. വിജയുടേതാവട്ടെ മെറസൽ, സർക്കാർ, ബിഗിൽ, മാസ്റ്റർ ബീസ്റ്റ്, വാരിസ്, ലിയോ, ഗോട്ട് എന്നിവ ഈ ചിത്രങ്ങൾ. അജിത്തിനെ കൂടാതെ ഈ നേട്ടം ഒറ്റത്തവണ കരസ്ഥമാക്കിയിട്ടുള്ള 3 താരങ്ങൾ കൂടിയുണ്ട്. ചെയ്യാൻ വിക്രം, കമലഹാസൻ, ശിവകായത്തൻ എന്നിവരാണ് അവർ. യഥാക്രമം വിക്രം, അമരൻ എന്നിവയാണ് അവരുടെ 200 കോടി ക്ലബ്ബിൽ എത്തിയ ചിത്രങ്ങൾ. മണിരത്നത്തിന്റെ ബഹുഭാഷാ ചിത്രമായ പൊന്നിയിൻ സെൽവൻ 2 ഭാഗങ്ങളും ബോക്സ് ഓഫീസിൽ ഈ നേട്ടം സ്വന്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഗുഡ് ബാഡ് അഗ്ലി തമിഴ്നാട്ടിൽ ഇപ്പോഴും മികച്ച നേട്ടമുണ്ടാക്കുന്നുണ്ട്. മികച്ച ഒക്കുപൻസിയോടെയാണ് ചിത്രം തിയേറ്ററുകളിൽ ഇപ്പോഴും തുടരുന്നത്.